ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ ബോളിയും പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവെക്കുക. അപ്പോൾ സ്വീറ്റ് ബോളി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4-5 മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ച കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തെടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിനായിട്ട് മാവ് റെഡിയാക്കാനായിട്ട് 2 കപ്പ് മൈദ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തെടുക്കണം. ഒരു നുള്ളു ചേർത്തെടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവേണ്ടത്. ചെറുതായിട്ട് കൈക്കൊട്ടി പിടിക്കുന്ന വിധത്തിൽ എന്നാൽ സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവണം. പിന്നെ ഇതിലേക്ക് നല്ലെണ്ണയാണ് വെച്ചെടുക്കുന്നത്. അതൊരു 2-3 സ്പൂൺ ഉണ്ടാകും. പിന്നെ ഇതാ നേരത്തെ കുക്കറിലിട്ട് വേവിച്ചത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഉണ്ടാവണം. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. നെയ്യും കടലപ്പരിപ്പിനെ നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് വെള്ളം എടുത്തതുകൊണ്ട് ഒരു 1/2 കപ്പിൽ കുറവായിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ്പ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായി മെൽട്ടായി വരുന്ന സമയത്ത് ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്ന ടൈമിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആകും. അപ്പോൾ ഈ ഒരു ഇതിലാണ് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. ഇത് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ കഴിയുന്ന പാകത്തിലുണ്ടാവണം. പിന്നെ ഇതെല്ലാം ഒരു ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതൊരു 1 മണിക്കൂറിന് ശേഷം ഈ ഓയിലൊന്ന് മാറ്റിയെടുക്കാം. ഈ മാവിലേക്ക് ഓയിലൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് വലുപ്പത്തിൽ തന്നെ ബോൾസായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നേരത്തെ ബോൾസാക്കി വെച്ച കടലപ്പരിപ്പിൻ്റെ ഫില്ലിങ് ഇതിലൊത്തൊന്ന് വെച്ചെടുക്കാം. കടലപ്പരിപ്പിൻ്റെ ഇത് പുറത്തൊന്നും ആവാത്ത വിധത്തിൽ ഈ മാവ് കൊണ്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ ഇത് പരത്തിയെടുക്കേണ്ടത് അരിപ്പൊടി വെച്ചിട്ടാണ്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും പരത്തിയെടുക്കുമ്പോൾ തന്നെ ചുട്ടെടുക്കണം. അപ്പോൾ ഇത് നന്നായി ഇപ്പം ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അരിപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇത് പരത്തിയെടുക്കുന്ന ടൈമിൽ നല്ലോണം പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. ഒരു സോഫ്റ്റായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇതൊരു പാൻ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ ഒരു സൈഡ് ജസ്റ്റ് ആവുമ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. പിന്നെ ആ സൈഡ് ഒന്നായിട്ട് പിന്നെ മറിച്ചിട്ടെടുത്തിട്ട് പിന്നെ 2 സൈഡിലും ഗീ ഒന്ന് തടവി കൊടുക്കണം. അപ്പം തന്നെ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പൊന്തി വരുന്നുണ്ടാകും. പിന്നെ ഇത് കൂടുതൽ ടൈം കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. അപ്പം ഇതൊന്ന് ഹാർഡായി പോകും. അപ്പം ജസ്റ്റ് ഇതൊന്ന് കുക്കായിട്ട് ഇതെല്ലാം ഒന്ന് പൊങ്ങി വരുന്ന ടൈമിൽ നമുക്കിതെടുക്കാം. പിന്നെ അതുപോലെ ഇത് ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് ചൂടുപാത്രത്തിൽ ഇട്ട് വെക്കുന്നത് പോലെ ഇതും ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് ഹാർഡായിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ബോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നല്ല പാൽപ്പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ എടുക്കുന്നത് 1 കപ്പ് മക്രോണിയാണ്. അട വെച്ചിട്ടൊക്കെ പാലട ഉണ്ടാക്കുന്നതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് ഇതിനും കിട്ടുന്നുണ്ട്. ഇത് കാരമലൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കാരമൽ ചെയ്യാൻ 1/4 കപ്പ് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുത്താൽ തന്നെ ഇതൊന്ന് കാരമലായിട്ട് വരും. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന ടൈമിൽ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തെടുക്കാം. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെല്ലാം ഒന്ന് കാരമലായി വന്ന ടൈമിൽ ഒന്ന് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 500 ml പാല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പക്ഷെ ഇതൊന്ന് കുക്കായി വരുന്ന ടൈമിൽ ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരും. പാല് നല്ലോണം തിളച്ച് വന്ന ടൈമിൽ പൊടിച്ചു വെച്ച മക്രോണി ഒന്ന് ചേർത്തെടുക്കാം. മക്രോണി കുക്കാവാൻ വേണ്ടിക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർത്തെടുത്തോ, അതല്ലെങ്കിൽ കുറച്ചും കൂടി അധികം തന്നെ പാല് ചേർത്തെടുത്താൽ മതി. പിന്നെ ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ നല്ലോണം കുറുകി വന്നിട്ടുണ്ടാകും. ഇത് നല്ലോണം കുക്കായെന്ന് ഉറപ്പായാൽ ഇതിലേക്ക് ഒന്ന് നെയ്യൊക്കെ ഒന്ന് കാച്ചി വയ്ക്കണം. അപ്പം അതിനായിട്ട് കുറച്ചധികം തന്നെ നെയ്യ് ചേർത്തെടുത്തിട്ട് അതിലേക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട നട്ട്സ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് അയച്ചു കൊടുക്കാം. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെയെന്ന്. അപ്പോൾ വീട്ടിൽ പാലടേൻ്റെ മിക്സ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഇതൊന്ന് തണിഞ്ഞ് വരുന്ന ടൈമിൽ നല്ലോണം ഒന്ന് കുറച്ചും കൂടി കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്വീറ്റ് ബോളിൻ്റെ കൂടെ നല്ല ഈ പാൽപ്പായസമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഓണത്തിന് എന്തായാലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.